5 സ്ത്രീകളിൽ ഒരാൾക്ക് PCOD കാണപ്പെടുന്നു. അപ്പോൾ എന്താ ഈ PCOD ഇത്രയും കോമൺ ആയിട്ട് വരാൻ കാരണം? ഞാൻ ഡോക്ടർ ക്ഷിതിജാണ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ഇൻ സൺറൈസ് ഹോസ്പിറ്റൽ, സിയാട്ടുപേട്ട്. PCOD അല്ല, ഇതിൻ്റെ പേര് തന്നെ മാറ്റിയതാണ്, PMOS എന്ന് ആക്കിയിട്ടുണ്ട്. അതായത് പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേരിയൻ സിൻഡ്രോം ആണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ഓവറീസിൽ മാത്രമല്ല ഇത് തുടങ്ങുന്നത്, അപ്പോൾ വേറെ എവിടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതുവരെ എല്ലാവരുടെ വിചാരം എന്താ, സ്ത്രീകളുടെ ഉണ്ടാവുന്ന ഈ ഓവറീസിൻ്റെ പ്രശ്നം മാത്രമാണ് ഈ PCOD എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. ഇറെഗുലർ പീരിയഡ്സ്, പിന്നെ ഇൻഫെർട്ടിലിറ്റി, പ്രഗ്നൻ്റ് ആവാതിരിക്കുന്നത്, ഈ പ്രശ്നങ്ങൾ മാത്രമാണ് PCOD എന്ന് വിചാരിക്കുന്നത്. PMOS എന്ന് പറയുന്നത് ഈ ഓവറീസിൽ കാണുന്ന ഈ കുറികൾ മാത്രമല്ലാണ്ട് ഇതിനേക്കാൾ വലിയ രോഗാവസ്ഥയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളത്. അപ്പോൾ ഇതെന്താ, ഇത് എവിടെയാണ് തുടങ്ങുന്നത്? ഇത് ചെറുപ്പത്തിൽ തന്നെ തുടങ്ങുന്ന രോഗാവസ്ഥയാണ്. ചെറുപ്പത്തിൽ തന്നെ നമ്മളെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ടാണ് ഇതൊക്കെ തുടങ്ങുന്നത്. ഇതിൻ്റെ മെയിൻ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇതിൻ്റെ കൂടെ ഇൻസുലിന് കൂടുകയും ചെയ്യും. ഇൻസുലിൻ റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഉള്ള ഇൻസുലിൻ ബോഡിയിൽ ഉപയോഗം ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബോഡി ഇൻസുലിനെ കൂടുതൽ പ്രൊഡ്യൂസും ചെയ്യും. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് പ്രശ്നങ്ങൾ ആക്ച്വലി ബോഡിയിൽ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇറെഗുലർ പീരിയഡ്സ് വരാം, മെൻസ്ട്രൽ ഡിസ്റ്റർബൻസസ് വരാം. അതിൽ ഇറെഗുലർ പീരിയഡ്സ് ഒരു വർഷത്തിൽ 8 പീരിയഡ്സിനെക്കാളും കുറവ്, അല്ലെങ്കിൽ കൂടി ദിവസങ്ങൾ ഇങ്ങനെ വരാം. 35 ദിവസത്തിലെയും 40 ദിവസത്തിലെയും പീരിയഡ്സ് വരാം. വന്ന പീരിയഡ്സും ഭയങ്കര കുറവ് ബ്ലീഡിങ് ഉണ്ടാകാം, അല്ലെങ്കിൽ കൂടുതൽ ബ്ലീഡിങ് ആയിട്ട് ഉണ്ടാകാം. ഇതാണ് മെൻസ്ട്രൽ ഡിസ്റ്റർബൻസസ്. പിന്നെ വരുന്നത് നമ്മളെ ബോഡിയിൽ മെയിൽ ഹോർമോൺസ് കൂടുകയും ചെയ്യും. മെയിൽ ഹോർമോൺസ് കൂടുതൽ ഉണ്ടാവുന്നത് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഫീമെയിൽ പാറ്റേണിലുള്ള ഹെയറൊക്കെ മൊത്തം പോയിട്ട് മെയിൽ പാറ്റേണിലുള്ള ഹെയർ ഗ്രോത്ത് ആണ് ഉണ്ടാവുന്നത്. അപ്പർ ലിപ്പിൽ കൂടുതൽ ഹെയർ ഗ്രോത്തും, ബിയേർഡ് സ്ഥലത്ത് കൂടുതൽ ഹെയർ ഗ്രോത്തും, പിന്നെ മുഖത്ത് പിമ്പിൾസ്, ആക്നി, പിന്നെ നെഞ്ചത്തും ബാക്കിലും കൂടുതൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാം. പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അക്കാന്തോസിസ് നൈഗ്രിഗൻസ് എന്ന് പറയും. അതായത് സ്കിൻ ഫോൾഡ്സിൽ ഭയങ്കര ഡാർക്കനിങ്, ഭയങ്കര കറുത്തായിട്ട് ഇങ്ങനെ ഇരിക്കും, അങ്ങനെ ഉണ്ടാകും. പിന്നെ നമുക്ക് ഒബേസിറ്റിയാണ്, വണ്ണം വയ്ക്കും. വണ്ണം നമ്മൾ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിലും വണ്ണം കുറയ്ക്കാൻ ഭയങ്കര പാടാകും. ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് വരാം. പിന്നെ പ്രഗ്നൻസി റിലേറ്റഡ് സിംറ്റംസ്, നമുക്ക് പ്രഗ്നൻ്റ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകും, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകും. കാരണം ഈ PCODയിൽ ആനോവുലേഷനാണ് ഉണ്ടാവുന്നത്. അതായത് ഓവുലേഷൻ നടക്കില്ല, ഹോർമോൺ ഇംബാലൻസ് ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഇൻഫെർട്ടിലിറ്റി വരാം. പിന്നെ പ്രഗ്നൻസി കിട്ടിയാലും റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് ഉണ്ടാകും. പ്രഗ്നൻസിയിൽ BP-യും ഷുഗറും വരാൻ സാധ്യത ഉണ്ടാകും. പിന്നെ ഭാവിയിൽ ഇതിൻ്റെ സീക്വൽ എന്ന് പറയും, ഭാവിയിൽ നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരാം, ഹൈപ്പർ ടെൻഷൻ വരാം. പിന്നെ ഫുൾ ഒബേസിറ്റി കാരണം കൊണ്ട് ഉള്ളവൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഹാർട്ട് ഡിസീസ്, കാർഡിയോവാസ്കുലർ ഡിസീസ് റിസ്ക് ഉണ്ട്, ഫാറ്റി ലിവർ റിസ്ക് ഉണ്ട്.